ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രോ ഗെയിമിംഗ് 2.0. അപ്പോൾ നമ്മളിതാ തിരിച്ചു വന്നിട്ടുണ്ട്. അവൻ്റെ ഇമോട്ട് സീനായിട്ടുണ്ട് ഗോയ്സ്. നമുക്ക് വന്നിട്ട് എടുക്കാം. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഡയമണ്ട് കണ്ടുപിടിക്കാം. അതെ ഇതങ്ങനെ കുഴിക്കണില്ലേ, ഇത് പിക്കാസ് എടുത്തൊന്ന് കുഴിച്ച് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ പൊട്ടിക്കണം ഗോയ്സ് ഡയമണ്ട്. നമുക്കപ്പോൾ ഫോർച്യൂൺ 3 വേണം. അപ്പോൾ എഫിഷ്യൻസി 4 ഉള്ളൂ ഇതിൽ. സോ നമുക്കിഞ്ഞും XP വേണം ഗോയ്സ്. അപ്പോൾ ഇനി XPന് വേണ്ടി കളക്ട് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബേസ് ആട്ടോ. ഇത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത കാരണം ഇത് ഇവർ ബിൽഡ് ചെയ്യണല്ലേ. ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുക. വീഡിയോ റെക്കോർഡിങ് ആണ്. ഓക്കെ, അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ പ്ലേയിങ് ഡെഡ് ചത്ത. സോ അതാണ് അവൻ്റെ ബേസ് ഗോയ്സ്. സീനല്ലേ. എനിക്ക് ഇതെൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു പ്ലാനാണ് അവൻ്റെ. സോ അവന് കുറച്ച് വുഡ് വേണമല്ലേ. അപ്പോൾ ആ വുഡൊന്നും ഇവന് കൊടുക്കണം. നമുക്ക് XP കണ്ടോ. നമ്മളിവിടെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുണ്ട്. ജൂട്ട് ബോക്സ്, വീറ്റ് ബോക്സ് ഗോയ്സ് കണ്ടോ. ഇവിടെ ഡ്രമ്മിൻ്റെ സൗണ്ട് വരും. കുറച്ചൊന്ന് കൂട്ടി കാണിച്ചു തരാം. കണ്ടില്ലേ സീനല്ലേ. നമ്മൾ ഒരുപാട് സൗണ്ട് ആക്കി നമ്മുടെ വോയിസ് കേൾക്കില്ല. അതാണ് നമ്മൾ കുറച്ച് സൗണ്ട് ഇല്ല. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവന് വുഡ് കൊടുക്കാനോ. ഇനി വുഡ് വേണം അല്ലേ എന്തെങ്കിലും. ഓക്കെ ഇതാരാ നോക്കട്ടെ ഗോയ്സ്. അതാരുമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. അതാരുമല്ല ഗോയ്സ്. സോ ഇനി വുഡ് വേണം. ഓക്കെ, അപ്പോൾ വുഡിന് കയറുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്കും ബോൺ മീൽ എടുത്തിട്ട് വരാം ഗോയ്സ്. ബോൺ മീൽ നമ്മുടെ പെട്ടിക്കകത്ത് ഉണ്ടാവണം. സൗണ്ട് എന്തിനാണ് കൂട്ടുന്നത്? എനിക്ക് കേൾക്കില്ല. എനിക്ക് കേൾക്കില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് കേൾക്കും. ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ സീനില്ല. എത്ര സൗണ്ട് ആക്കാം ഗോയ്സ്. ഓക്കെ, ഞാൻ ബോൺ മീൽ പെട്ടി തരാം. ഇതല്ലേ താണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. 14 എന്നിട്ട് അത് 3 സ്റ്റാക്ക് ബോൺ മീലിൻ്റെ അപ്പുറമൊക്കെ ഉണ്ട് നമുക്ക്. ഇപ്പം ഏകദേശം എല്ലാം സെറ്റാണ്. നെതറേറ്റും കൂടി ആയാൽ മതി. അതിന് ബാസ്റ്റം കണ്ടുപിടിക്കണം. നെതർക്ക് കാല് കുത്താൻ പറ്റില്ല. അമ്മാരി ഭയമാണ്. കാല് കുത്താൻ പറ്റില്ല നെതറിലാണ്. നമുക്ക് കാലൊന്നും നെതറിൽ കുത്തിയേ തീർന്നു. അവിടുത്തെ റേഞ്ച് അങ്ങനത്തെ മോബാണ്. അതിനാണ് നമ്മളിങ്ങനെ പവർഫുള്ളായിട്ട് പോകണേ. അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നതല്ല. അപ്പം മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മരം ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വെട്ടിക്കോ. ഇതൊക്കെ വെട്ടണം ഗോയ്സ്. ഈ മരം ഒന്നും വെട്ടിയില്ലെങ്കിൽ നേരെ വളരില്ല. കുറച്ച് സാപ്ലിങ് എടുത്ത് കൊടുക്കുക. സാപ്ലിങ് ഓക്കെ. ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡ് സോഴ്സും ഉണ്ട്. മെലണുണ്ട്, വീറ്റ് ഉണ്ട്. മെലണും ഇതൊക്കെ ഉള്ളൂ. അല്ലേ സീനല്ലേ. ഫുഡിന് ഒരു കുറവില്ല. ഇവിടെ നേരെ താഴെ ചാടിയാൽ ചാവണേന് ഒരു കുറവില്ല എന്ന് പറയാം. പെട്ടെന്ന് കട്ടിയടാ. എന്ത് പിക്കാക്സാണ് ഇവിടെ. മോബ ആകെപ്പാടെ ഒന്ന് സ്പോണായിട്ട് എന്തൊരു അന്തമാണ് സ്പോണാകത്ത്. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംമാതിരി സ്പോണാവണം ഐസ്. അതിന് കിട്ടിയ ലൂട്ടൊക്കെയാണ്. ഇത് ഈ പെട്ടി ഇത് പിന്നെയും നിറഞ്ഞു. ഹോപ്പർ നോക്ക് ഐസ് കണ്ടോ. ഹോപ്പറിനും ഒരു കുറവില്ല. ഒരു ഹോപ്പറിലേയും കണ്ടോ. ഒരു ഓപ്പറിൽ സാധനം ഇല്ലാത്തുണ്ട്. അതിന് നമ്മളൊന്ന് വേഗി കണ്ടോ ഐസ്. അതിന് തികഞ്ഞിട്ട് നമ്മളിതാ ഈ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഇത് സോൾട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. എത്ര ആർമറത് പോരാണ്ടിതാ. എത്ര ഓട്ട ഫ്ലഷാണ് നോക്ക്. ഇതൊക്കെ തിന്ന് മരിക്കും. ഗൺ പൗഡർ വേസ്റ്റ് ആക്കൽ കൂടുതലുണ്ട്. ഇത് ഈ 2 സാധനം ഉപകാരമാണ്. ഇത് ഉപകാരമാണെങ്കിൽ വില്ലേജർ എത്തണം. സോ ഞങ്ങൾക്ക് അവന് ബോൺ മീലൊന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗോയ്സ്, നമുക്ക് ബോൺ മീൽ ചെയ്ത് കൊടുക്കാം. ഇതെന്താ വരാത്തത്? ഒരു വുഡും കൂടി വെട്ടാനുണ്ട്. ഒന്നും കൂടി വെട്ടാനുണ്ട്. നേരെ വെട്ടിയില്ല. അത് അപ്പോഴേക്ക് തോന്നും.
ഇതെവിടെ പോണേ? ആ ഇങ്ങോട്ട്. ഒരു വുഡ് കിട്ടിയാൽ ഞാൻ തോന്നുന്നു. അതാണ്ട് ഇനി അവിടെയാണ് കൂട്ടുണ്ടോ? ഇനി ഇല്ല ഇനി കഴിഞ്ഞു പോകുന്നു. അതല്ലേ ഉള്ളൂ. ഒന്നും കൂടി ഉണ്ടല്ലോ. ഇല്ല എവിടെയോ ഒരു വുഡുണ്ട് ഗോയ്സ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. അതിലുണ്ടാവും. അപ്പം വുഡ് വെട്ടുമ്പോൾ നേരെ വെട്ടൂലേ അല്ലേ? സൈഡിലുള്ള വുഡൊന്നും നോക്കൂ. ഇത് വെട്ടി തീരും. ആളപ്പളേക്കും നേരെ നോക്കാനറിയില്ല. ഇതെന്താ വളരെ ഓ ഇനി ഇതാണ്ട് ഈ സാധനം കൂടി വേരോടെ പിഴുതെടുക്കാം. നമുക്കിനിയും വുഡ് വേണ്ടി വരും. വുഡ് എന്തൊരു കഷ്ടമാണ്. ഓക്കെ എല്ലാം വെട്ടി. ഇനി വളരുമായിരിക്കും. ഇനി വളരണം. അവിടെ 14 പോകണമെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ആകാൻ പറയും. സോ നമുക്ക് വന്നിട്ടാണ്ട് കൊടുത്തേക്കാം ഈ വുഡ് ബോയ്സ്. നമ്മളിപ്പോൾ വിച്ചിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഈ വുഡാണ്ട് കൊടുത്തേക്കാം. അത്ര മതിയാവുമായിരിക്കും എൻ്റെ ഊഹം. ഈ ജംഗിൾ ബയോമിലൊക്കെ ഇത്ര ആവണമെങ്കിൽ നല്ല പണിയാണ് ഗോയ്സ്. ഇത്രയും നേരം നമ്മുടെ സൗണ്ട് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. അതിന് സോറി. കാരണം ഗെയിം സൗണ്ട് ഇത്ര കൂടുതലായതും കൊണ്ടേ നമ്മുടെ സൗണ്ട് കുറവായിരിക്കും. ഓക്കെ ഞങ്ങൾക്ക് കുറച്ച് XP ഒന്ന് കളക്ട് ചെയ്യാം. നമുക്കൊന്ന് ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോകണ്ടേ. അപ്പോൾ എന്താ പറയുക, ഒരു 30 XP ഒന്ന് ആവട്ടെ ഗോയ്സ്. എന്നിട്ട് 26 30 XP ആയിട്ട് ഞാൻ നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാം. അതുവരേക്കും ഒരു റെസ്റ്റ്. സോ ഗൈസ് നമ്മുടെ XP ഏകദേശം 30 ആവാനായി. ഇതാ പിന്നെയും കൂടി ഒന്ന് കൊന്ന നമ്മുടെ XP ഇതാ 30 ഇനി നമുക്കൊന്ന് എൻചാൻറ്റ് ചെയ്യണം ഗോയ്സ്. ഓക്കെ നമ്മുടെ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു 30 XP നമ്മുടെ മനയിലേക്ക് വന്നിരിക്കുന്നു. എന്തൊക്കെയൊക്കെ വിളിച്ചു വന്നു. അവിടുത്തെ ആനുവൽ ഇതൊക്കെ ഉണ്ട്. ഇന്നലെ മൈനിങ്ങിന് പോയി ഒപ്പിച്ചാണ് കൂട്ടുകാരൻ്റെ കൂടെ. സോ ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഞാൻ ലാപ്പ് സെറ്റ് നോക്കട്ടെ. എന്താണ് എഫിഷ്യൻസി 4 മാത്രം കിട്ടിയ അതാ നമ്മൾ മൂഞ്ചി ഗായ്സ്. നമ്മൾ പിന്നെയും മൂഞ്ചി. നമുക്ക് എഫിഷ്യൻസി 4 കിട്ടി. ഇനി നമ്മളെന്ത് ചെയ്യും? നമുക്ക് ബുക്ക് എടുത്തിട്ട് നോക്കി നോക്കാം. കാരണം വിട്ടുകൊടുക്കാനുള്ള സ്കില്ല് നമ്മൾ കൊടുക്കില്ല. നമ്മളങ്ങനെ വിട്ടുകൊടുക്കില്ല. നമ്മൾ വിട്ട് കൊടുക്കൂലോ ഗോയ്സ്, വിട്ട് കൊടുക്കൂല. ബുക്ക് കാണില്ലേ? അതാണ്ട് പോകണം. സോ നമുക്ക് എൻജോയ് ചെയ്യാം. ലോയാലിറ്റി ഇത് വേണ്ട. അടുത്ത ബുക്ക് ലോയാലിറ്റി. ഷാർപ്നെസ് വെച്ചോക്കാം. ഷാർപ്നെസ് 2 പേഴ്സിങ് എന്ത് ബുക്കാണ്? പെരുമ്പത്തിന് നല്ലതായിരുന്നു. ഷാർപ്നെസ് 2 മിക്സ് ആക്കാൻ പറ്റും. ഷാർപ്നെസ് 3 ഇതിൻ്റെ സോഡിൽ വയ്ക്കാൻ പറ്റില്ല. ഈ സോഡിൽ വയ്ക്കാൻ പറ്റും. ഇതിൽ ഷാർപ്നെസ് 3 വരും. ഓക്കെ അപ്പോൾ ഇതിൽ പോകേണ്ട വലിയ കാര്യമൊന്നുമില്ല. സോ ഗോയ്സ് നമുക്കത് 15 XP ഒന്നും കൂടി പോയി ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ഒരു 30 XP ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോയി. സോ ഗോയ്സ് നമ്മൾ 30 XP കൊടുക്കാനുള്ള തീരുമാനമല്ല. നമ്മളാണെങ്കിൽ കൊടുക്കൂല. നമുക്ക് ഫോർച്യൂൺ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ എല്ലാം പോയില്ലേ. നമ്മൾ ഇത്രയും ചെയ്തെല്ലാം പോയില്ലേ ഗോയ്സ്. ഫോർച്യൂൺ കിട്ടിയിട്ടേ കുറച്ച് കാര്യമുള്ളൂ. നമുക്കെന്തായാലും അടുത്തതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്കിലും നല്ല കിട്ടിയാൽ മതി. ഇതിനുമ്പ് നോക്കി പവർ 1 ഇമ്പാക്റ്റിംഗ് പ്രൊട്ടക്ഷൻ 4 ഇതൊക്കെ എന്തിനാണ്? എന്താണ് ഷാർപ്നെസ് 3 ഇതോട് കൊള്ളാം. തടിയല്ലോ നീ ചടപട
16x. ഇത് മിക്സ് ആക്കാൻ പറ്റുമെങ്കിൽ ഗോഡ് സോഡ് റെഡി. ഇതിൽ സ്മൈത്ത് 4 വന്നു ഗൈസ്, അതാണ് ഇതായത്. സ്മൈത്ത് 4 എന്തിനാ കൊള്ളുക? ഇതിൽ അറ്റാക്ക് ഡാമേജ് ആണല്ലേ. ഇതിൽ 9 ഉണ്ട്, ഇതിൽ 7 ഉണ്ട്. എന്തിനാന്നറിയില്ല. അയൺ സോഡ എന്തിലും മിക്സഡ്. ഒന്നൂറ് പോയി നോക്കി നോക്കാം. എൻജോയ്മെൻറ്റ് എക്സ്പി മാറുമ്പോൾ മാറുമായിരിക്കും. ഒന്ന് മാറ്റി പവർ 1 പ്രൊട്ടക്ഷൻ. നമുക്ക് ഒരു എക്സ്പി വെച്ച് ആദ്യം ചെയ്ത് നോക്കാം. ഷാർപ്നെസ് 1 കാർക്കും ഫോർച്യൂൺ 1 2 വട്ടം കിട്ടിയ പിന്നെ ഫോർച്യൂൺ അറ്റ്ലീസ്റ്റ് ഫോർച്യൂൺ 3 എങ്കിലും വാങ്ങണം. ഫോർച്യൂൺ 2 3 അല്ലേ ഞാൻ ഓക്കെ. ഫയർ പ്രൊട്ടക്ഷൻ 2 പ്രൊജക്റ്റീവ് പ്രൊട്ടക്ഷൻ. ഫയർ പ്രൊട്ടക്ഷൻ എന്തിനും നമ്മളടുത്ത് ഇനി കൊടുക്കാനുള്ള എക്സ്പി അങ്ങനല്ലേ. ഓ എന്ത് കഷ്ടമാണ് ഗൈസ്, അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? ഡയമണ്ട് കിട്ടുമ്പോൾ ഒരുപാട് കിട്ടണം, അതിനാണ് നമ്മൾ ഈ ഫോർച്യൂണർ ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ ഒന്നും കിട്ടണില്ല. വൈദ്യുതി നമ്മുടെ ഫണ്ട് പോയി. സോ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് വേണ്ടി പോയാലോ? വേണ്ട. അപ്പോൾ നമുക്കൊന്നും കൂടി ഒരു 30 XP ആയിട്ട് ഫോർച്യൂണർ ഒപ്പിക്കണം. ഇതാണ് നമ്മുടെ ഹൗസിൻ്റെ ബേസ്. സീനായിരുന്നു. ഏതായാലും ഇത്രയും വലിയ ഐലൻഡ് ഒപ്പിക്കാൻ ഒരുപാട് ടൈം എടുത്തു. ഇതിനൊക്കെ ടൈം തന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ നോക്കിയാന്ന് വെറുതെ സമയം കളയല്ലാണ്ട് ഇപ്പം എന്താ. 78ൽ 27 റിവാർഡ്, 112 മണിക്കൂർ കളിച്ചു. 30 20 മാസ്റ്റർ ട്രേഡർ സ്മിത്തിങ് വിത്ത് സൈഡ് പ്ലെയിൻറ്റിങ് ഫസ്റ്റ് വിത്ത് ഓർ ഈ ഫ്രീ ഫാൾ കേവ്സ് ആൻഡ് ഫ്രീ ഫാൾ ഫ്രം ദ ടോപ്പ് ദ വേൾഡ് ലിമിറ്റ് ടു ദ ബട്ടം ഓഫ് ദ വേൾഡ് ആൻഡ് സർവൈവ്. വേൾഡ് ലിമിറ്റിൽ നിന്ന് നമുക്ക് ചാടിയിട്ട് ML ചെയ്താൽ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടില്ലേ? എന്നാൽ ട്രൈ ചെയ്താക്കിയാലോ. വേൾഡ് ലിമിറ്റ് പറഞ്ഞാൽ ഈശ്വര, അതിൻ്റെ അപ്പുറമൊക്കെ ട്രൈ പറഞ്ഞാൽ നോക്കേണ്ടി വരും. നല്ല സീനില്ല. നമ്മളൊരു പ്രോയല്ലേ ഒക്കെ ചെയ്യും. സോ ഗൂയ്സ് നമുക്ക് ഒരു 30 XP കൂടി ആയിട്ടൊന്ന് മീറ്റ് ചെയ്യാം. സോ ഗായ്സ് ഇനി ഒരു മോബും കൂടി വന്നതാ. ഈ സോംബീനെയും കൂടി കൊന്നു. 30 XP ആയി. ഇനി ഓടിപ്പോ. ഗോ ഗായ്സ് നമുക്കങ്ങനെ 30 XP ആയി. സീനായി. നമ്മുടെ ഫോണിലിതാ 6% ചാർജ് നമുക്ക് പെട്ടെന്ന് ചെയ്യണം. സോ ഇപ്രാവശ്യമെങ്കിലും ദൈവമേ അൺബ്രേക്കിംഗ് ഉണ്ട്. നോക്കി നോക്കാം. ഈശ്വരാ ഒന്നും മിന്നിക്കണേ. ഇതും കഴിച്ചതെന്താ നമ്മുടെ ടൈം വേസ്റ്റ് ആണല്ലോ ദിവസം മുഴുവൻ. ഇത്രയും നേരെ കളക്ട് ചെയ്ത XP. എടോ ഇതെന്ത് കളി? ഇതിങ്ങനെയാണ് ഞാനല്ല. നല്ല സീനിലെ പോയി. പിക്കാക്സ് ഒരു പവർഫുൾ പിക്കാക്സിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ അതൊക്കെ മതി. ഞങ്ങൾക്കൊന്ന് ബുക്കും കൂടി നോക്കി നോക്കാം. ജസ്റ്റ് അക്വാ ഇൻഫിനിറ്റി മൾട്ടി ഷോട്ട് ഇതൊക്കെ തന്നെ എടുത്ത അക്വാ ഇൻഫിനിറ്റി പോലും എല്ലാത്തിനെയും കൊല്ലണം. സോ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ നമ്മളത് ചീറ്റൊന്നും യൂസ് ചെയ്യേണ്ടതൊക്കെ ചെയ്യണമാണല്ലേ. ക്രിയേറ്റ് എടുക്കുമ്പോൾ വേണം ഓഫ് അച്ചീവ്മെൻറ്റ്സ് ഗോ ബാക്കിൽ കൊടുക്കാം. സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ലൈക്കും വ്യൂ കാണുക. പിന്നെ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സോ ഗോളോ അതൊക്കെ ഒന്ന് ഇവിടെ നിന്നാക്കി തരാം. എന്താല്ലേ ഈ ബേസ് എൻ്റെ അതാ യുദ്ധുവിൻ്റെ പണിയാൻ നിൽക്കുന്നു. പിന്നെ അതാ അദ്വൈതിൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സ് അദ്വൈത് ക്രിയേഷൻ, പിന്നെ KMC ടോംസിയർ പ്രോ ഗെയിം X35017 സീന്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു കിഡിലോസ്കി സർവൈവൽ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.